അന്ന ഭാഗം 15. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് തുടർന്ന് വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. മാളിക്കൽ തറവാടിൻ്റെ മുറ്റത്തിന് നടുവിലായുള്ള ഗാർഡൻ ടേബിളിൻ്റെ കസേരയിലിരുന്ന് ചില പ്രധാനപ്പെട്ട ഫയലുകൾ പരിശോധിക്കുകയാണ് ജോർജ് മാമൻ. 1 മാസത്തിലധികം നീണ്ടുനിന്ന ബിസിനസ് ടൂറിന് ശേഷം കഴിഞ്ഞ രാത്രിയാണ് അദ്ദേഹം തിരികെ എത്തിയത്. അയാൾക്ക് എതിർവശത്തിരുന്ന് ആലീസ് മേശമേലിരുന്ന കപ്പിലേക്ക് ചായ പകർത്തുന്നു. ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയോടെ ജോർജിന് നേരെ നീട്ടി. ആലീസ്, നമ്മുടെ മോനം തേടി. വെയിൽ ഉച്ചയിലടിച്ചിട്ടും എണീക്കാറായില്ലേ അവന്? കയ്യിലിരുന്ന ഫയലുകൾ ആലീസിൻ്റെ മുന്നിലേക്ക് വെച്ച ശേഷം അയാൾ കൈ നീട്ടി ചായക്കപ്പ് വാങ്ങിക്കൊണ്ട് അവരോട് ചോദിച്ചു, എൻ്റെ ഇച്ഛായ, അവൻ രാവിലെ തന്നെ ജിമ്മിലോ ജോഗിങ്ങിനോ എങ്ങാണ്ടൊക്കെ പോയി. പോകും മുന്നേ പപ്പയെ അന്വേഷിച്ച് വന്നിരുന്നു. ഇച്ചായനപ്പോൾ ഉറക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞ്. ഈയിടെയായിട്ട് നിങ്ങളവനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആലീസ് പരിഭവം കാട്ടി. നമ്മുടെ ഒരേ ഒരു മോനല്ലേടി അവൻ. അവനെ അല്ലാതെ ഞാൻ വേറെ ആരെ കുറ്റപ്പെടുത്താനാ? ആ, അതിരിക്കട്ടെ. എന്നാടി അവന് പുതിയ ശീലമൊക്കെ തുടങ്ങിയത്? ഈ വെളുപ്പാങ്കാലത്തൊക്കെ എണീറ്റ് പോകാൻ മാത്രം. കളിയാക്കിക്കൊണ്ട് അയാൾ ആലീസിനെ നോക്കി ചോദിച്ചു. ദയിച്ചായ, അവൻ സ്ഥിരം പോകാറുള്ളതാ. നിങ്ങൾ കാണാത്തത് പിന്നെ അവൻ്റെ കുറ്റാണോ? പിന്നെ ഒരു കാര്യം, അവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. അപ്പൻ്റെ മോൻ്റെ വക്കാലത്ത് പറയാൻ എനിക്കിനി വയ്യ. നീയൊന്ന് അടങ്ങടി ആലീസേ. നീയാണ് അവനെ കൊഞ്ചിച്ച് ഈ വഴിയാക്കിയത്. നിനക്കറിയാലോ മോൻ്റെ സ്വഭാവം. ഞാനും കൂടി ഇനി അതിനൊക്കെ വളം വെച്ച് കൊടുക്കണോ? അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നേ? വളം വെച്ച് കൊടുക്കാനോ മണ്ണിട്ട് കൊടുക്കാനോ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇച്ചായൻ അവനോട് കുറച്ച് സ്നേഹത്തോടെ ഇടപെടാൻ ശ്രമിച്ചൂടെ? മകന് വേണ്ടി അപ്പനോട് സംസാരിക്കുന്ന ഒരമ്മയുടെ ഇടർച്ച ആ വാക്കുകളിൽ ജോർജ് മനസ്സിലാക്കി. എനിക്കവനോട് സ്നേഹമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? എൻ്റെ നെഞ്ചിൽ കിടക്കാതെ അവൻ എന്നാണ് ഉറങ്ങിയിട്ടുള്ളത്? അവന് ഞാൻ അപ്പനായിരുന്നില്ല, കൂട്ടുകാരനായിരുന്നു. അവൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം ഞാൻ എപ്പോഴും കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ അവൻ വളർന്നു വന്നപ്പോൾ അവൻ്റെ അടങ്ങാത്ത ദേഷ്യവും വാശിയും, അത് ചിലപ്പോൾ ഈ കാണുന്ന സമ്പത്തുകളുടെ വെളിച്ചത്തിൽ അവൻ്റെ ഭാവിക്ക് ദോഷം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവനിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കുന്നത്. നീയെങ്കിലും അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. അയാൾ നീരസത്തോടെ പറഞ്ഞു നിർത്തി. ശേഷം ആലീസിൽ നിന്നും മുഖം തിരിച്ചു. ആലീസ് ഒരു സാന്ത്വനത്തോടെ മേശമേൽ വെച്ചിരുന്ന അയാളുടെ കൈകളിലേക്ക് അവളുടെ കൈകൾ ചേർത്ത് വെച്ചു. കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ഫെലിക്സിൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നു നിന്നു. ഗാർഡനിലിരിക്കുന്ന ജോർജിനെയും ആലീസിനെയും കണ്ട ഫെലിക്സ് അവർക്കരികിലേക്ക് ചിരിച്ചുകൊണ്ട് വന്നു. രണ്ടാൾക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞ ശേഷം ആലീസിനരികിലേക്ക് അവൻ ഇരിക്കാൻ തുടങ്ങി. എന്താടാ ഫെലി, നീ മമ്മിയുടെ അടുത്തേ ഇരിക്കൂ. ഈ അപ്പനെയും കൂടി ഒന്ന് വകവെക്കടാവേ. ജോർജ് ഫെലിക്സിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഫെലിക്സ് അത്ഭുതത്തോടെ അയാളെ നോക്കി അയാൾക്കരികിലേക്ക് വന്നിരുന്നു. ആലീസ് ചായ പകർന്ന കപ്പ് ഫെലിക്സിന് നേരെ നീട്ടി. എന്നാൽ ആ നിമിഷങ്ങളിൽ ആലീസിൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു നിന്നു. കഴിഞ്ഞ കുറേ കാലമായി അപ്പനും മകനും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. ഫെലിക്സിൻ്റെ കടിഞ്ഞാണില്ലാത്ത ജീവിത രീതിയെ അയാൾ എപ്പോഴും എതിർത്തിരുന്നു. ആദ്യം തന്നെ അവനെ ആ കോളേജിൽ വിട്ട് പഠിപ്പിക്കാൻ ജോർജിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ്റെ വാശിക്ക് മുന്നിൽ അയാൾ തോറ്റുകൊടുക്കുകയായിരുന്നു. കോളേജിൽ ഫെലിക്സ് ഉണ്ടാക്കുന്ന സ്ഥിരം പ്രശ്നങ്ങളും സസ്പെൻഷനുമൊക്കെ അയാളിൽ മകനെ പറ്റിയുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു തുടങ്ങി. ജോർജ് മാമൻ യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും ചെറിയ കച്ചവട ബുദ്ധിയോടെ നേരിടുന്ന ആളായിരുന്നു. കുടുംബത്തിനോടുള്ള സ്നേഹം പോലെ സ്വന്തം ബിസിനസ്സിനോടും അയാൾ ആത്മാർത്ഥത വെച്ചു പുലർത്തിയിരുന്നു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ രണ്ടാളോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്നുള്ള അർത്ഥത്തിൽ ഫെലിക്സും ആലീസും ജോർജിനെ നോക്കി. കഴിഞ്ഞ ദിവസം സെൻറ്റ് തോമസ് ഓർഫനേജിൻ്റെ ഷെയർ സംബന്ധിച്ച കാര്യത്തിനായിട്ട് നമ്മുടെ കുടുംബവക്കീൽ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അതിനു മുൻപ് നിങ്ങളറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒന്ന് നിർത്തിയ ശേഷം അയാൾ പറയാൻ തുടങ്ങി. നമ്മുടെ ഈ കാണുന്ന സ്വത്തിൻ്റെ എല്ലാം, അതായത് മാളിയേക്കൽ ഗ്രൂപ്പിൻ്റെ മൊത്തം ഷെയറിൽ നിന്ന് 50% എൻ്റെയും ബാക്കി പകുതി വീതം ആലീസിൻ്റെയും ഫെലിക്സിൻ്റെയും പേരിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഫെലിക്സിന് 28 വയസ്സ് പൂർത്തിയായ ശേഷം മാത്രമേ അവൻ്റെ ഷെയർ അവനിലേക്ക് സ്വതന്ത്രമായി വന്നു ചേരുകയുള്ളൂ. ജോർജ് ഫെലിക്സിനെ നോക്കി അത് പറഞ്ഞപ്പോൾ
അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തത് അയാൾ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കുള്ള 50% നിന്നും 20% സെൻറ് തോമസ് ഓർഫനേജിൻ്റെ പേരിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ വർഷങ്ങൾക്ക് മുൻപേ കൈമാറ്റം ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ എൻ്റെ അപ്പൻ്റെ കാലത്തെ ഉണ്ടായ നടപടികളായിരുന്നു. എന്നാൽ അതിലെഴുതി വെച്ച ഉടമ്പടി പ്രകാരം എനിക്കെപ്പോൾ വേണമെങ്കിലും ഓർഫനേജിലേക്കുള്ള ഈ ഷെയർ പിൻവലിച്ച് എനിക്കിഷ്ടമുള്ള ആളുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യാമെന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ എഗ്രിമെൻ്റ് പുതുക്കുവാനുള്ള കാര്യത്തിനാണ് വക്കീൽ പെട്ടെന്ന് എന്നെ വിളിച്ചിങ്ങോട്ട് വരുത്തിയത്. കാരണം താൽക്കാലിക കൈമാറ്റമായതിനാൽ 5 വർഷത്തിൽ അത് പുതുക്കേണ്ടതുണ്ട്. അയാൾ പറയുന്ന കാര്യങ്ങൾ അവർ രണ്ടുപേരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ കാര്യത്തിൽ എതിർപ്പൊന്നുമില്ലല്ലോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ജോർജ് അത് ചോദിച്ചുകൊണ്ട് മേശയിലിരുന്ന ഫയൽ ഫെലിക്സിന് നേരെ നീട്ടി. നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് രണ്ടാളും പേപ്പർ സൈൻ ചെയ്ത് തരണം. ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു ഇച്ചായ. ഈ കാണുന്നതൊക്കെ ആർക്കനുഭവിക്കാനാ? ആ അനാഥ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നമ്മൾ കാരണക്കാരാകുമെങ്കിൽ ആ പുണ്യം നമ്മുടെ തലമുറയിൽ പോലും നിലനിൽക്കും. ആലീസിൻ്റെ വാക്കുകളിൽ സന്തോഷവും കരുണയും നിറഞ്ഞു നിന്നു. മറുത്തൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ ഫെലിക്സ് ആ ഫയൽ തുറന്ന് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടതിന് ശേഷം ആലീസിന് നേരെ നീട്ടി. അവരിരുവരും ഫെലിക്സിൻ്റെ മനസ്സിലെ കാരുണ്യം തൊട്ടറിഞ്ഞ നിമിഷമായിരുന്നു അത്. എടാ ഫെലിക്സേ, നിന്റെ പഠിത്തമൊക്കെ എവിടെ വരെയായി? തീരാറായില്ലേ? ജോർജ് മൗനമായിരുന്ന ഫെലിക്സിനോട് ചോദിച്ചു. അതെ പപ്പ, ഈ മാസം കൂടി കഴിഞ്ഞാൽ തീരും, അവൻ ജോർജിനോട് മറുപടി നൽകി. കോളേജിൽ പോയില്ലെങ്കിലും അടിപിടി കൂടിയില്ലെങ്കിലും അവരുടെ എല്ലാം ഇക്കൊല്ലത്തെ റാങ്ക് പ്രതീക്ഷ എൻ്റെ മോനിൽ മാത്രമാണ്. അത് അവസാന നിമിഷം നീ ഇല്ലാതാക്കരുത്. ഫെലിക്സ് അയാളോട് മറുപടിയൊന്നും പറയാതെ അത് പ്രതീക്ഷിച്ചതുപോലെ മറ്റൊരിടത്തേക്ക് നോക്കിയിരുന്നു. ആലീസേ, അവൻ്റെ പാസ്പോർട്ടും മറ്റു ഡോക്യുമെൻസും എല്ലാം ഓഫീസിലേക്ക് കൊടുത്തു വിട്ടേക്കണം. ഇവനെ MBAക്ക് ചേർക്കാൻ US വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഫെലിക്സ് ഒരു ഞെട്ടലോടെ ജോർജിനെ നോക്കി. പപ്പ ആരുടെ കാര്യമാണ് പറയുന്നേ? ഫെലിക്സ് ദേഷ്യം കടിച്ചമർത്തി അയാളോട് ചോദിച്ചു. ഇവിടെ നിനക്കല്ലാതെ പിന്നെ ആർക്കാ? ഞങ്ങൾക്ക് രണ്ടുപേർക്കോ? നിനക്ക് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായി കാണുമല്ലോ. ജോർജിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ആലീസ് ആദിയോടെ മകനെയും ഭർത്താവിനെയും നോക്കി. ഫെലിക്സ് ദേഷ്യത്തിൽ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. എനിക്ക് പുറത്തുപോയി പഠിക്കാൻ താല്പര്യമില്ലെന്നുള്ള കാര്യം രണ്ടാളോട് ഞാൻ പറഞ്ഞിരുന്ന. ഇനി അതിനെപ്പറ്റി വിശദീകരണത്തിന് ഞാനില്ല. എന്നെ ഇനി ഈ കാര്യത്തിന് നിർബന്ധിക്കരുത്. അത് പറഞ്ഞുകൊണ്ട് ഫെലിക്സ് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഫെലി, നീ പപ്പയോട് തർക്കുത്തരം പറയുന്നോ? ആലീസ് ശബ്ദമുയർത്തി. ഫെലിക്സ് നിശബ്ദനായി അവിടെ തന്നെ നിന്നു. രണ്ടാളോടും എൻ്റെ തീരുമാനം എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇവിടെ തന്നെ MTech ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതിനൊരു മാറ്റം ഉണ്ടാകില്ല. എന്നെ നിങ്ങൾ നിർബന്ധിക്കാനും ശ്രമിക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് ഫെലിക്സ് ജോർജിനെ രൂക്ഷമായി നോക്കി. അയാൾ പുച്ഛത്തോടെ ഫെലിക്സിനെ നോക്കി ചിരിച്ചു. കഴിഞ്ഞ 4 വർഷം നീ ഇവിടെ കാണിച്ചു കൂട്ടിയതിനൊക്കെ നിനക്ക് മടുത്ത് കാണില്ലല്ലേ? അതായിരിക്കും ഇനിയും ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത്. മോനെ ഫെലി, കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നീ ഇവിടെ കാണിക്കുന്നതൊക്കെ ഈ പപ്പ അറിഞ്ഞില്ലെന്ന് നീ കരുതണ്ട. ഇവിടെ ആ പെൺകുട്ടിയുമായി നടന്നത് ഉൾപ്പെടെ. കേട്ടല്ലോ? ജോർജിൻ്റെ വാക്കുകൾ കേട്ട ഫെലിക്സ് ദേഷ്യത്തോടെ ആലീസിനെ നോക്കി. നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട. മോൻ്റെ കുറ്റങ്ങളൊന്നും അവൾ എന്നോട് പറയാറില്ല. കോളേജിൽ പുതിയതായിട്ട് പണിയുന്ന കെട്ടിടയില്ലേ, അതിനുവേണ്ടി സംഭാവന ചോദിക്കാൻ വിളിച്ചിരുന്നു അയ്യർ സാറ്. അപ്പം മോൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ തീരുമാനം ഉറച്ചതായിരിക്കും. ഫെലി, നിൻ്റെ ഇഷ്ടത്തിന് കഴിഞ്ഞ 4 വർഷം നിനക്ക് വിട്ടുതന്നു. മാതാപിതാക്കളെന്ന വകയിൽ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ നിന്നാൽ നിന്നെ ഞങ്ങൾക്ക് നഷ്ടമാകും, അതുറപ്പാ. ഈ പടുത്തുയർത്തിയതൊക്കെ അന്യാധീനമായി പോകാൻ നീയായിട്ട് കാരണമാകരുത്. ഈ കാണുന്നതൊക്കെ ഞാനടക്കം പല തലമുറകളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഇനി അതൊക്കെ സംരക്ഷിക്കുന്നതും പടുത്തുയർത്തേണ്ടതും നിന്റെ കടമയാണ് ഫെലി. നാട്ടിൽ നിന്നാൽ നീ പൂർണ്ണമായിട്ട് നശിക്കും. ഈ ഒരു പറിച്ചു നടൽ നിനക്ക് ആവശ്യമാണ്. ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. നീ ഇതനുസരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കും. കേട്ടല്ലോ പറഞ്ഞത്? ജോർജിൻ്റെ വാക്കുകളിൽ കോപം ജ്വലിക്കുന്നുണ്ടായിരുന്നു. മേശയിലിരുന്ന ചായക്കപ്പുകൾ ദേഷ്യത്തിൽ തട്ടി നിലത്തേക്ക് തെറിപ്പിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് നടന്നുപോയി. അപ്പനും മകനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ ഒന്നും മിണ്ടാനാകാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ആലീസിനെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് ഫെലിക്സും ബുള്ളറ്റും എടുത്ത്
ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.